ഇതെൻ്റെ വരാന്തയിലെ ചെടികളാണ്. ഇതൊന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് വർഷങ്ങളായി ഈ പ്ലാന്റ് സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ട്. എങ്ങനെ നോക്കിയാലും മണ്ണും വെള്ളവും ഒക്കെ തറയിലും വീഴും. അപ്പോൾ അവിടുത്തെ ഫ്ലോർ ക്ലീനിങ് അല്പം ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേ പോട്ട്സൊക്കെ മുറ്റത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആ സ്റ്റാൻഡ് ഒന്ന് മുന്നോട്ട് നീക്കി വെച്ച് ചെടികളൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. തന്നെയുമല്ല, ഈച്ചയെ പോലെയുള്ള പക്ഷെ കുറച്ചുകൂടെ വലിപ്പമുള്ള കുറേ ഫ്ലൈസ് ഈ ചെടികൾക്കിടയിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചെടിയുടെ നീര് കുടിക്കാനാണെന്ന്. പക്ഷെ നമ്മളെ ദ്രവിക്കത്തൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ പറന്ന് നടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ സ്റ്റാൻഡിലിരിക്കുന്ന ചെടികളൊക്കെ എടുത്തു മാറ്റി വെക്കുകയാണ്. എന്നിട്ട് വേണം ഇവിടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ. ഗ്രീൻ മാറ്റും ചട്ടിയും കലവും ഒക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. സ്റ്റാൻഡും എടുത്ത് മാറ്റി ഇനി അതും ഒന്ന് കഴുകി വൃത്തിയാക്കണം. പണ്ട് ഞാൻ ചെടികളൊക്കെ നടുമ്പോൾ എൻ്റെ സിസ്റ്റർ ഇൻ ലോ വന്നിട്ട് എനിക്കിങ്ങനെ മെനക്കെടാനൊന്നും വയ്യ എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നെക്കാട്ടി വലിയ ചെടിപ്രേമിയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ചെടിയിലാണ് ഫുൾ കോൺസെൻട്രേഷൻ. ഇനി ഈ ഫ്ലോറൊക്കെ ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കട്ടെ. നന്നായിട്ട് സ്റ്റെയിൻ ആയിട്ടുണ്ട്. ഇനി ഈ സ്റ്റാൻഡ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെയിലത്തോട്ട് വെക്കാം, ഒന്ന് ഉണങ്ങിക്കിട്ടട്ടെ. ഗ്രീൻ മാറ്റും പോട്ട്സും ഒക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ഈ പോട്ട്സിൽ പൊട്ടൽ വീണതാണ്, ഉപയോഗിക്കാനൊന്നും കൊള്ളത്തില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പെയിൻറ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കളറായിട്ടിരിക്കുന്നത്. ഇന്നർ പോട്ടും ചെടികളും ഒക്കെ മാറ്റിയിട്ട് വൈറ്റ് പോട്ടും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും തറയിലെ വെള്ളവും ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഇരിക്കുന്ന പോട്ട്സ് എല്ലാം റീഅറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കണം. വീണ്ടും ഗ്രീൻ മാറ്റൊക്കെ വിരിച്ചിട്ട് കൊടുത്തു. ഇനി ആ ഫ്രണ്ടിലേക്കാണ് ഞാൻ സ്റ്റാൻഡ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. സൈഡിൽ പോട്ട്സുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും സ്റ്റാൻഡ് ഉണങ്ങിയിട്ടുണ്ട്. അതിനി ഇവിടെ വെച്ച് കൊടുക്കണം. ഇതിനെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ചെടികളെല്ലാം മാറ്റി അതെല്ലാം വൃത്തിയാക്കി വന്നപ്പോഴേക്കും കുറേ സമയമായിട്ടുണ്ടായിരുന്നു. ഞാൻ ടയേർഡുമായി. എന്നാലും ചെടികൾ നടുക, അതിന് വെള്ളം കൊടുക്കുക, അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, അതൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനെയല്ലേ? വൈകുന്നേരങ്ങളിൽ ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ കൊടുത്ത് അതിനെയൊക്കെ ഒന്ന് തൊട്ട് തലോടി, അതൊരു വല്ലാത്ത ഫീലാണ് അല്ലേ? എൻ്റെ ഭരണിയൊക്കെ വീണ്ടും എടുത്ത് വെക്കുന്നുണ്ട്. അതിന് വക്ക് പൊട്ടിയത് കാരണം അടച്ച് ഒന്നും സൂക്ഷിച്ച് വെക്കാൻ കൊള്ളത്തില്ല. ഈ ചെടിക്കാരിയൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. എനിക്ക് പണ്ട് ഒത്തിരി കളേഴ്സ് യൂഫോർബിയ ഉണ്ടായിരുന്നു. വീട്ടിൽ വെച്ചാൽ ദോഷമുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അന്ന് പലരും കളഞ്ഞിരുന്നു. പക്ഷേ ഇത് വിഷച്ചെടിയല്ല, എങ്കിലും അതിൻ്റെ വെളുത്ത കറ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. കയ്യിൽ തട്ടാതെയും ഈ കറ കണ്ണിൽ വീഴാതെയും നോക്കണം. ഇതിൻ്റെ മുള്ളില്ലാത്ത യൂഫോർബിയ മിലി മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ. ഇതുപോലെ തന്നെ കറയുള്ളതാണ് പോയിൻസെറ്റിയ പ്ലാന്റിനും. ഈ കഴിഞ്ഞ സമയത്ത് ഞാനിത് പ്രൂൺ ചെയ്തപ്പോൾ അതിൻ്റെ കറ എൻ്റെ കാലിലും കയ്യിലും ഒക്കെ വീണിരുന്നു. ഇച്ചിങ് ഉണ്ടായി, ചൊറിഞ്ഞുറിഞ്ഞ് എൻ്റെ കാലെല്ലാം പൊട്ടിയിരുന്നു. പിന്നെ ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോകേണ്ടതായിട്ട് വന്നു. ആദ്യം ഇതായിരുന്നു കാരണമെന്ന് എനിക്കറിയില്ലായിരുന്നു. രണ്ടാമതും ഞാനിത് കട്ട് ചെയ്ത് നട്ടിരുന്നു. അപ്പോഴും കയ്യിൽ വീണു, ചൊറിയാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ പോയിൻസെറ്റിയ ആണ് ഇതിന് കാരണക്കാരനെന്ന് മനസ്സിലായത്. ചെടിക്കഥ പറഞ്ഞു വന്നപ്പോഴേക്കും ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒരുവിധം അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. മുറ്റത്തുനിന്ന് നോക്കിയാൽ ഇതാണ് ലുക്ക്. എനിക്ക് തോന്നുന്നു കുറച്ച് കളർഫുള്ളായിട്ടുള്ള ചെടികളൂടി വാങ്ങി വെക്കണമെന്ന്, എന്നാലേ ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ. എന്നിരുന്നാലും നല്ല ഭംഗിയുണ്ട് അല്ലേ? ഞാൻ എന്നെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. സ്റ്റാൻഡ് മുന്നോട്ടാക്കിയത് കാരണം ഇപ്പോൾ ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഇത് ഞാനുണ്ടാക്കിയ കിളിക്കൂടാണ്. കിളികളൊക്കെ വന്ന് ഇത് സന്ദർശിച്ചിട്ട് പോകാറുണ്ട്. പക്ഷേ ആരും വന്ന് മുട്ടയിടുന്നൊന്നുമില്ല. അതിങ്ങനെ വന്നിരിക്കുമ്പോൾ ആടുന്നത് കൊണ്ടാവാം. ആ കൂട്ടിൽ തന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം മുറ്റത്തിരുന്ന കുറച്ച് ചെടികൾക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. ശേഷം അതിനും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ചെടിപ്പരിപാടികളൊക്കെ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെടികൾക്കിടയിൽ ഇരിക്കാൻ നല്ല രസമാണ്. ഐ എക്സ്പെക്ട് യുവർ സപ്പോർട്ട് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.